പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു യാത്രയിലായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ചെയ്യാതെ വന്നത്. നമ്മളെ പ്രിയപ്പെട്ട സലീം കുമാറിൻ്റെ മരണത്തിൽ എന്താ നമ്മൾ പറയുക അല്ലേ? മലയാള സിനിമയുടെ ഒരു അഭിവാജ്യ ഘടകമായിരുന്നു സലീം കുമാർ എന്ന് പറയുന്നത്. എത്രയോ കഥാപാത്രങ്ങൾ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്യണമെന്നുണ്ട്. അല്പസമയത്തിനുള്ളിൽ നമുക്കൊരു വീഡിയോ ചെയ്യാം. ഇനിയും നമ്മൾ ദൃശ്യവുമായിട്ട് വന്നപ്പോൾ എന്നും നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ്. ദൃശ്യം ഇറങ്ങിയതിന് ശേഷം എന്നും വീഡിയോ ചെയ്യുന്നതാണ്. എന്ന് ആദ്യം തന്നെ തുടങ്ങാം. ദൃശ്യത്തിൻ്റെ ഇന്നലത്തെ കളക്ഷൻ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന കളക്ഷനായിരുന്നു. ഏകദേശം 1,38,00,000 രൂപയായിരുന്നു കേരള കളക്ഷൻ. ഈ കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്നലെ കേരളത്തിൽ ബോളിവുഡ് ടൈംസ് എന്ന് പറയുന്ന നെഫ്ലിൻ്റെ ചിത്രം 2ാം ദിവസം ആയതേ ഉള്ളൂ. അതുപോലും 1,79,00,000 രൂപയെ കളക്ട് ചെയ്തു എന്നുള്ളതാണ്. അതുപോലെ ബ്ലാസ്റ്റ് എന്ന ചിത്രം 1,26,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. ഈ 3 ചിത്രങ്ങൾ 1 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തപ്പോൾ ഇതിൻ്റെ 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് ദൃശ്യമാണ് എന്നുള്ളതാണ്. 1,38,00,000 രൂപയാണ് ഇന്നലെ കളക്ട് ചെയ്തത്. ദൃശ്യം 3 കളക്ഷൻ 84,40,00,000 ചെന്നെത്തി നിൽക്കുന്നത്. ഞെട്ടിപ്പിക്കുന്ന കളക്ഷനാണ് ദൃശ്യമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ദൃശ്യത്തിൻ്റെ ഇന്നത്തെ ട്രാക്കിംഗ് കേരള ട്രാക്കിംഗ് കളക്ഷൻ പരിശോധിച്ച് കഴിഞ്ഞാൽ 1,30,00,000 രൂപയാണ് ഇന്നത്തെ ട്രാക്കിംഗ്. ഇന്നലത്തെ ടോട്ടൽ കളക്ഷൻ തന്നെ ഇന്ന് ട്രാക്കിംഗ് കളക്ഷനായിട്ട് 1,30,00,000 ട്രാക്കിംഗ് കളക്ഷൻ നേടിയിരിക്കുന്നു. ഇന്നലെ ആ സ്ഥാനത്ത് 70,00,000 രൂപയുള്ള ട്രാക്കിംഗ്. അപ്പോൾ ആണ് അതിൻ്റെ വർധനവോ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് 2 കോടിയോ 2 കോടിക്ക് മുകളിലുള്ള കളക്ഷനായിരിക്കാം ദൃശ്യം ഇന്നത്തെ ഞായറാഴ്ച ഉണ്ടാകാൻ പോകുന്നത്. അങ്ങനെ 86,40,00,000 86,50,00,000 ദൃശ്യം കളക്ഷൻ ഇന്നുകൊണ്ട് എത്തുന്നുണ്ട് കേരള കളക്ഷൻ. അപ്പം കൃത്യമായിട്ട് കേരള കളക്ഷൻ സ്റ്റഡിയായിട്ട് പോകുന്നു. അതുപോലെ തന്നെ നമ്മൾ 1 മണിക്കൂർ ട്രെൻഡിങ് നോക്കുമ്പോഴും ദൃശ്യം 1000-2000 ടിക്കറ്റ് വിറ്റ് ഇന്നും മികച്ച രീതിയിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്ന് 18ാമത്തെ ദിവസമാണ്. 18ാമത്തെ ദിവസത്തിലും 1 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുന്ന ദൃശ്യം 3 വരും ദിവസങ്ങളിൽ മികച്ച കളക്ഷൻ നേടുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കാം. വേൾഡ് വൈഡ് കളക്ഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഏകദേശം ഇന്നുകൊണ്ട് ഏകദേശം 233-234 കോടിയിലേക്ക് എത്തുമെന്ന് തന്നെയാണ്. ഓവർസീസ് കളക്ഷനൊക്കെ വളരെ കുറവായിട്ടാണ്. കാരണം കുറച്ച് 18 ദിവസം കഴിഞ്ഞു, പുതിയ ചിത്രങ്ങളുടെ വരവായി. ഓവർസീസിലും വിദേശ രാജ്യങ്ങളിലൊന്നും ഒരു മലയാള സിനിമ ഇങ്ങനെ ദീർഘകാലം ഇങ്ങനെ ഓടത്തില്ല. അത് 2 ആഴ്ച അല്ലെങ്കിൽ 1 ആഴ്ച 2 ആഴ്ചത്തെ കളക്ഷനൊക്കെ കാണത്തുള്ളൂ. അത് പുതിയ ചിത്രങ്ങൾ വരുമ്പം ആ തിയേറ്റർ മാറിയിട്ട് പുതിയ ചിത്രങ്ങൾ വരും. എന്നാലും സാമാന്യം ഭേദപ്പെട്ട കളക്ഷൻ ഓവർസീസിൽ നിന്നും ഉണ്ടാകാൻ പറ്റുന്നുണ്ട്. അങ്ങനെ വേൾഡ് വൈഡ് കളക്ഷൻ 233-234 കോടിയിലേക്ക് ഇന്നുകൊണ്ട് എത്തും എന്നുള്ളതും കൃത്യമാണ്. അങ്ങനെ ദൃശ്യം നമ്മളെ ഞെട്ടിപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പം ദൃശ്യവുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പം ബുക്ക് മൈ ഷോയിൽ പരിശോധിക്കുമ്പോൾ 1000-ന് മുകളിൽ ടിക്കറ്റ് മണിക്കൂർ വിറ്റ് മാറും. 1 മണിക്കൂർ ട്രെൻഡിങ്ങിൽ ഇപ്പോഴും നിൽക്കുന്നു ദൃശ്യം. നെഫ്ലിൻ്റെ ബോളിവുഡ് ടൈംസ് എന്ന ചിത്രം അതും ഏകദേശം 2000 ടിക്കറ്റ് വിൽക്കുന്നുള്ളൂ എന്നുള്ളതാണ്. അതാണ് ദൃശ്യത്തിൻ്റെ ഒരു പവർ. ഒരു മലയാള സിനിമയുടെ എന്താ പറയുന്നത്, ലാലേട്ടനെ പറയുന്ന പോലെ തന്നെ മലയാള സിനിമയുടെ ഒരു സ്വകാര്യ അഹങ്കാരമായിട്ട് ദൃശ്യം മാറുന്നു. ഇനിയൊരു പക്ഷേ ദൃശ്യം 4 വന്നാലും ദൃശ്യം 5 വന്നാലും മലയാള പ്രേക്ഷകർ 20 കൈയിൽ നീട്ടി സ്വീകരിക്കുമെന്ന് 100% ഒരു ഗ്യാരണ്ടിയാണ് ദൃശ്യം എന്ന് പറയുന്നത്. അത് ശരിവെക്കുന്ന കണക്കുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. അപ്പം ദൃശ്യവുമായിട്ട് ബന്ധപ്പെട്ട പുതിയ അപ്ഡേറ്റുമൊക്കെ ആയിട്ട് വീണ്ടും ഞാൻ എത്താം. ഓക്കെ, ബൈ.